ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും എൻസ്ക്വയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഫ്രീ ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടാതെ നമുക്ക് വീട്ടിലിരുന്ന് നമ്മളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് നമ്മളെ കൺവീനിയൻറ്റ് ടൈമിൽ നമുക്ക് വർക്ക് ചെയ്ത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വർക്ക് ചെയ്ത് അത്യാവശ്യം 2000-3000 രൂപ കൂടുതൽ നമുക്ക് ഡെയിലി ഏൺ ചെയ്യാൻ പറ്റുന്നൊരു വെബ്സൈറ്റാണ്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്ത് എനിക്ക് ട്രസ്റ്റബിൾ ആണെന്ന് തോന്നിയതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. യു പി ഐ ട്രാൻസ്ഫർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്ക്രിൽ അക്കൗണ്ട് വഴിയും ട്രാൻസ്ഫർ ആണ്. UPI നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പേപാൽ ത്രൂവും നമുക്ക് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. പിന്നെ നമ്മൾ ഈ ഒരു സൈറ്റിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ വലിയ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ 100% ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറോ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലായിരിക്കും ഞാൻ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ചാനലും നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കുക. അതിലായിരിക്കും കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ആർട്ടിക്കിൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് $10 നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ ഒരു ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഒന്നുമില്ലാതെ നമുക്ക് ഒരു ആർട്ടിക്കിൾ നമ്മൾ ചെയ്യുമ്പോൾ $10 നമുക്ക് കിട്ടുന്നത്. ഏകദേശം 826 രൂപ നമുക്ക് ഇന്ത്യൻ മണി അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിലൊരു ക്വാളിഫിക്കേഷനോ ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ ഇതിൻ്റെ സൈഡിൽ കാണിക്കാം. സിമ്പിളായിട്ട് ജസ്റ്റ് കോപ്പി പേസ്റ്റ് മാത്രം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും എമൗണ്ട് ഏൺ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. അതുമാത്രമല്ല ഇതിൻ്റെ വിഡ്രോവൽ നമുക്ക് പേപാൽ ഉണ്ട്, സ്ക്രിൽ അക്കൗണ്ട്, അതുപോലെ തന്നെ UPI, പേടിഎം, ഗൂഗിൾ പേ, ഫോൺ പേ ഇതെല്ലാം ത്രൂ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമുക്കിതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് 3 ഡോട്ടിലോട്ട് പോവുക. അവിടെ നമ്മൾ യൂസർ നെയിം, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ID, പാസ്വേഡ്, അതുപോലെ കൺഫർമേഷൻ പാസ്വേഡും ആ ബോക്സ് എല്ലാം ഇതാക്കി കൊടുത്തതിന് ശേഷം ഐ എം നോട്ട് എ റോബോട്ട് കൊടുത്ത് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യാനുള്ള ഈ ഒരു പേജിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആർട്ടിക്കിൾസ് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അതുപോലെ ഇപ്പോൾ നമുക്ക് ഫുഡ് ആവട്ടെ, അതുപോലെ ട്രാവൽ വ്ലോഗ് ആവട്ടെ, എന്ത് ടൈപ്പ് ആർട്ടിക്കിൾ നമുക്കിവിടെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ട്രാവലിംഗിന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എൻ്റെ താഴോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിളാണ് നമ്മളവിടെ എഴുതേണ്ടത്. ഇൻ കേസ് നമുക്കത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വഴിയും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ മാത്രമേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ എങ്ങനെയാണ് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ പോസ്റ്റ് ടൈറ്റിൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഏത് ടൈറ്റിലാണോ, ഫുഡ് ആവട്ടെ, അതുപോലെ ട്രാവൽ ആവട്ടെ, അതുപോലെ സ്പോർട്സ് ആവട്ടെ, ഏത് ടൈപ്പ് ഓഫ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ട്രാവലിങ്ങിന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് താഴത്തെ ബോക്സിലാണ് നമ്മൾ ട്രാവലിങ്ങിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ആർട്ടിക്കിൾ നമ്മൾ റൈറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആർട്ടിക്കിൾ എഴുതാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് നമ്മളെ ഗൂഗിളിലോട്ട് പോവുക, ട്രാവലിംഗ് ആർട്ടിക്കിൾ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ ഒരുപാടധികം ആർട്ടിക്കിൾസ് വരും. അതിൽ നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു ആർട്ടിക്കിൾ എടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കോപ്പി ചെയ്യുക. എങ്ങനെ കോപ്പി ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിനു ശേഷം ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് വരെ നിങ്ങൾ സെലക്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് നമ്മളുടെ വെബ്സൈറ്റിൽ വന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഫോണ്ട് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ മോഡൽ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഐ ആം നോട്ട് എ റോബോട്ട് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. ഒരു 3 ദിവസത്തെ വെരിഫിക്കേഷൻ പ്രോസസ്സ് കഴിയുമ്പോഴായിരിക്കും നമ്മൾക്ക് ഒരു കൺഫർമേഷൻ മെയിൽ വരുന്നത്. ആ മെയിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വാലറ്റിലോട്ട് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. നമുക്ക് ഡയറക്റ്റ് ബാങ്ക് ത്രൂ അത് വിഡ്രോ ചെയ്യാനും സാധിക്കും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ആർട്ടിക്കിൾ എഴുതേണ്ടതിൻ്റെ കാര്യങ്ങൾ, ടിപ്സും ഹിൻസും എല്ലാം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു 1500-200 വേർഡ്സിൽ കുറയാതെ നമുക്ക് ആർട്ടിക്കിൾ എഴുതുക. അതുപോലെ തന്നെ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ആർട്ടിക്കിൾ എഴുതാൻ ഇതിൻ്റെ ഫോർമാറ്റ് അറിഞ്ഞൂടാ എന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ
ഡോട്ട് ഉണ്ട്. ആ 3 ഡോട്ടിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഫോമാറ്റ് ഓഫ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഏത് രീതിയിലാണ് നമ്മൾ ആർട്ടിക്കിൾ എഴുതുന്നത്. ഇപ്പോൾ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്താൽ പോലും അതിനൊരു ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ നോക്കാൻ മനസ്സിലാവും. അതിനൊരു ടൈറ്റിൽ വേണം, ഒരു ഇൻട്രഡക്ഷൻ വേണം, ഒരു ബോഡി വേണം, അതുപോലെ ഒരു കൺക്ലൂഷൻ വേണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യുമ്പം ഈ 4 ക്രൈറ്റീരിയ നോക്കി 1500, 2000 ആ ഒരു വേർഡ്സിൽ കുറയാതെ നമ്മൾ ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നതെന്ന് നോക്കാം. വിഡ്രോ ചെയ്തതിൻ്റെ പ്രൂഫ് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് UPI ത്രൂ, പേപാൽ, Paytm, അതുപോലെ തന്നെ സ്ക്രിൽ അക്കൗണ്ട് എല്ലാ ത്രൂവും നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ വിഡ്രോവൽ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, വെരിഫിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് ആ ഒരു 3 ദിവസം കഴിയുമ്പോഴായിരിക്കും നമുക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ ഒരു ഏജ് ലിമിറ്റോ ഒരു ടൈമോ അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ കൂടാതെ ചെറിയ കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോപ്പി പേസ്റ്റ് ആയിട്ടുള്ള നോ ഇൻവെസ്റ്റ്മെൻറ്റിൽ അടിപൊളി ഒരു വെബ്സൈറ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം എൻ്റെ ടെലഗ്രാം ചാനലാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ലിങ്കും ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കാര്യങ്ങൾ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സീറോ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത ഇതുപോലുള്ള നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.